പൊളിച്ച് മോനെ. എന്ത് ചെയ്യാനേ മോനെ, നിനക്ക് നടക്കാൻ പോലും കഴിയും. ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ നിന്നെ സ്കൂളിലെങ്കിലും ചേർക്കില്ലേ, അതിന് പോലും കഴിയുന്നില്ല. മോനെ മോൻ വിഷമിക്കാം, എല്ലാം ശരിയാവും. എല്ലാത്തിനും ഒരു കാലമുണ്ട്. അപ്പൊ ദൈവം നമ്മളെ സഹായിക്കാതിരിക്കില്ല. അച്ഛാ ആരോ വരുന്നുണ്ട്. എന്താ അച്ഛനും മക്കളും എല്ലാം കുശലം പറിച്ചല്ലേ? ഞങ്ങളിങ്ങനെ കാല് വയ്യാത്ത കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുക. എന്താണ് സുഖാണല്ലോ? എന്താ ബുദ്ധിമുട്ടുണ്ടോ? എന്റെ കാര്യത്തിൽ ഇപ്പോ ആയില്ല നേതാവേ, ഒരു തീരുമാനവും ആയില്ല. ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. മുഖ്യമന്ത്രിയുടെ കരുത്തിൽ വന്ന 2015 പരിപാടിയിൽ നമുക്കൊരു അപേക്ഷ കൊടുക്കാം, ഒരു വീൽ ചെയറിന് വേണ്ടി. അതുമല്ലോ നടക്കുമോ നേതാവേ? നടക്കും തീർച്ചയായും നടക്കും. ഓ നമുക്ക് കൊടുക്കാം. ഞങ്ങൾ അപേക്ഷ തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാ എന്റെ മോൻ രക്ഷപ്പെടുമല്ലോ. അതെ നിങ്ങൾ അപേക്ഷ തയ്യാറാക്കിയപ്പോൾ നിങ്ങൾ അതിൽ ഒപ്പിട്ടാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ സഹായം കിട്ടുന്നുണ്ട്. ഇതല്ലേ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഐക്യരാഷ്ട്രസഭയുടെ ഒരു അവാർഡ് എന്തോ കിട്ടിയതായിട്ട് കഴിഞ്ഞ ദിവസം. എന്നാ നമുക്കൊന്ന് കൊടുക്കാൻ നേതാവേ. ഹലോ, ഇത് വടക്കേതിൽ ജോസഫിന്റെ വീടല്ലേ? അതെ. ഇത് വില്ലേജ് ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. പറയൂ സാർ. താങ്കൾ മുഖ്യമന്ത്രിയുടെ കരുതൽ 2015 പരിപാടിയിലേക്ക് മകന്റെ പേരിൽ ഒരു അപേക്ഷ അയച്ചിരുന്നുവല്ലോ. കൊടുത്തിരുന്നു സാർ. അതിന്റെ നിജസ്ഥിതി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. താങ്കൾക്ക് കോഴിക്കോട് വെച്ച് നടക്കുന്ന മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിലേക്ക് ഞങ്ങൾ ഹാർദവുമായി താങ്കളെ ക്ഷണിക്കുന്നു. താങ്ക് യു സാർ. അച്ഛൻ പോയി വരാതെ. വലിയൊരു അനുഗ്രഹമാണ്. നിങ്ങൾ ശ്രമിച്ചുകൊണ്ട് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഈ അതിനുള്ള ഞങ്ങൾക്ക് വീൽ ചെയറും ഉപകാരം ഞങ്ങൾ മരിച്ചാലും മാർക്കത്തില്ല.